എന്ന് പറയുന്ന ഒരു ദുർബലമായ റിപ്പോർട്ട്. ആ ഹദീസ് സ്വീകാര്യയോഗ്യമാണ് എന്ന് ഉസൂലുൽ ഹദീസിന്റെ ഖായിദകളെ മുൻനിർത്തിയിട്ട് പുളിക്കലങ്ങാടിയിൽ വെച്ച് തെളിയിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് 1000 കുതിരശക്തിയോടെ ഞങ്ങൾ പറയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ വരാൻ? വേണ്ട, ഇപ്പൊ വേണ്ട. യാ ഇബാദല്ലാഹി അഈനൂനി എന്ന വിഷയത്തിൽ ഒരു ഓപ്പൺ ഡിസ്കഷന് മുജാഹിദ് വിഭാഗത്തിലെ പണ്ഡിതന്മാർ തയ്യാറുണ്ടോ? അവരും പരിപൂർണമായ ഹദീസ് നിഷേധത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാലം വിദൂരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാനത് വെറുതെ പറഞ്ഞതല്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ ഇവർ നിഷേധിക്കാൻ ഒരു മടിയുമില്ല. ഇവർ തന്നെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ നിർവചനത്തിന് വിരുദ്ധമാണ് ഹബീബിന്റെ ഹദീസ് എന്ന് വന്നാൽ ആ ഹദീസിനെ തള്ളാൻ ഇവർക്ക് മറുപടിയില്ല. നേരത്തെ ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് ഇവിടെ പ്രഭാഷണത്തിൽ പറഞ്ഞല്ലോ കാര്യകാരണ ബന്ധം. 2007 ബഹുമാനപ്പെട്ട ഹമീദ് ഫൈലി ഉസ്താദിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട് അൽ ഇസ്ലാഹ് മാസികയിൽ. അങ്ങനെയാണ് മുജാഹിദ് വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ഹമീദ് ഫൈസി മുജാഹിദ് വിഭാഗത്തോട് 25 ചോദ്യങ്ങൾ സുന്നി അഫ്കാറിലൂടെ ചോദിക്കുകയാണ്. ആ 25 ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അവരുടെ തലമുതിർന്ന നേതാവായ അബ്ദുൽ ജബ്ബാർ മൗലവിയെ അവർ നിയോഗിക്കുകയാണ്. അബ്ദുൽ ജബ്ബാർ മൗലവി ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് 2007 അൽ ഇസ്ലാഹ് മാസികയിൽ, ഏപ്രിൽ മാസത്തെ അൽ ഇസ്ലാഹ് മാസികയിൽ എഴുതി, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ ശബ്ദം തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല, തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കും എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കടിവിൽ പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. ഇതുവരലോടുകൂടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളരലുകളുടെ തുടക്കം കുറിക്കുകയാണ്. വലിയ ചർച്ചകൾ ഉണ്ടാവുകയാണ്. അതിന്റെ പേരിൽ അവർ പലരെയും പുറത്താക്കുകയാണ്. 2007 ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയ ഈ കലാശം 2012 മുജാഹിദ് വിഭാഗത്തിലെ പല പ്രമുഖരായ ആളുകളെയും അവർക്കു തന്നെ പുറത്താക്കേണ്ടി വരികയാണ്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ സംഭവത്തിന്റെ നിദാനം എന്താണ് എന്ന് പറഞ്ഞത്. ഇതേപോലെ കൊണ്ടുവന്ന മറ്റൊന്നാണ് യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് പറയുന്ന ഒരു ദുർബലമായ റിപ്പോർട്ട്. അഥവാ നിങ്ങൾ ആരെങ്കിലും യാത്രയിൽ വഴിതെറ്റിയാൽ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് പറയുക എന്നൊരു നബി വചനം എന്ന പേരിൽ ദുർബലമായ ദഈഫായ ഒരു ഹദീസ് ഉണ്ട്. ഈ ഹദീസ് സമസ്തക്കാർ കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കുക എന്നല്ലേ പറഞ്ഞത്? അവിടെ ആരുമില്ലല്ലോ. അപ്പോൾ പിന്നെ സഹായിക്കുന്ന അടിമകൾ ആര്? അവ മരിച്ചുപോയ അമ്പിയാക്കളോ മരിച്ചുപോയ മഹാന്മാരോ ഒക്കെ അവർ അർവാഹൊക്കെ വരും എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുക. അപ്പൊ ഞങ്ങൾക്ക് ഇസ്തിഗാസ തെളിവ് ഇതാകുന്നു. അപ്പൊ അള്ളാഹു അല്ലാത്തവർ അഭൗതികമായി സഹായിക്കുമെന്ന് ഇതുകൊണ്ട് തെളിഞ്ഞു കിട്ടിയില്ലേ എന്നാണ് അവർ കൊണ്ടുവന്ന് ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇവിടെ നമ്മൾ പ്രമാണബദ്ധമായിട്ടാണ് ചോദിക്കുന്നത്. ഈ ഹദീസിനെ ലഈഫാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന വഹാബികളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ സംശയ നിവാരണത്തിന് അവസരമുണ്ട്. 8 മണി മുതൽ നിങ്ങൾക്ക് ചോദിക്കാൻ അവസരമുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാൻ അവസരം തരാം. വളരെ സർവാത്മന നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസ് സ്വഹീഹാണ് എന്ന് ഉസൂലുൽ ഹദീസിന്റെ ഖായിദകൾ വെച്ചുകൊണ്ട്, ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ നിയമങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ തെളിയിക്കാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പ്രതിജ്ഞാബദ്ധരാണ്. നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു തരാം. മഹാനായ ഇമാം തൊബറാനി റളിയല്ലാഹു അൻഹു ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റവത്ത് തൊബറാനി ഫിൽ മുഅ്ജമിൽ കബീർ, അവിടുത്തെ മുഅ്ജമുൽ കബീർ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ ഈ ഹദീസിനെ ഉദ്ധരിക്കുന്നുണ്ട്. ഇദാ അവല്ല അഹദുക്കും ശൈഅ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഔ അറാദ അഹദുക്കും ഔന, നിങ്ങൾ ഒരു സഹായം ആവശ്യപ്പെടുകയാണ്, ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുകയാണ്, വഹുവ ബി അർളിൻ ലൈസ ബിഹാ അനീസുൻ, വിജനപ്രദേശത്താണ്, സഹായം ചോദിക്കാൻ അവിടെ ആരുമില്ല. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഫൽയഖുൽ യാ ഇബാദല്ലാഹി അഗീസൂനി, യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന് നിങ്ങൾ വിളിക്കണം. അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കൂ എന്ന് നിങ്ങൾ വിളിച്ചു പറയണം. കാരണം ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും, നമ്മൾ കാണാത്ത അടിമകൾ അല്ലാഹുവിനുണ്ട്. ഇത് പറഞ്ഞിട്ട് മഹാനായ ഇമാം തൊബറാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഖദ് ജുരിബ ദാലിക, ഇങ്ങനെ അനുഭവേദ്യമായ കാര്യമാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് ഇജാബത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഹദീസിനെ മുൻനിർത്തിയിട്ട് ഇമാം തൊബറാനി തങ്ങൾ അമൽ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ അനുഭവമാണ്. ചോദിക്കുകയാണ്, ഇതാ ബഹുമാനപ്പെട്ട
ഇമാം തബറാനി റളിയല്ലാഹു അൻഹു യാ ഇബാദല്ലാഹി അഗീഥൂനി എന്ന് പറഞ്ഞത് ശിർക്കാണോ മുജാഹിദുകളെ? നിങ്ങൾ മറുപടി പറയണം. ഇത് മാത്രമല്ല, ഒന്ന് എണ്ണിക്കോ. ഒന്ന് ഇമാം തബറാനി റളിയല്ലാഹു അൻഹു. രണ്ടാമത് ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്ത മഹാനാരാണെന്നറിയോ? മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു. നിഷേധിക്കാൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ നിഷേധിക്കുക. ബഹുമാനപ്പെട്ട നവവി ഇമാമിന്റെ അദ്കാറിൽ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, ഇദൻ ഫലതത് ദാബതു അഹദികും ബി അർളി ഫലാത്തിൻ. ഒരൊഴിഞ്ഞ ഭൂമിയിൽ വിജന പ്രദേശത്ത് നിങ്ങളുടെ മൃഗം നഷ്ടപ്പെട്ടാൽ, നിങ്ങളുടെ വാഹനത്തെ നിങ്ങൾ കാണാതെ പ്രയാസപ്പെട്ട് കഴിഞ്ഞാൽ, ഫൽയുനാദി യാ ഇബാദല്ലാഹി ഇഹ്ബിസു, യാ ഇബാദല്ലാഹി ഇഹ്ബിസു, അല്ലാഹുവിന്റെ അടിമകളെ അതിനെ പിടിച്ചു തരൂ, അതിനെ ഞങ്ങൾക്ക് തിരിച്ചു തരൂ എന്ന് നിങ്ങൾ ആവർത്തിച്ചു പറയണം. ഫഇന്ന ലില്ലാഹി അസ്സ വജല്ല ഫിൽ അർളി ഹാദിറൻ സയുഹ്ബിസുഹു. അല്ലാഹുവിന്റെ അടിമകൾ നിങ്ങളെ സഹായിക്കുമെന്ന് ഇമാമുൻ നവവി തങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല, നവവി ഇമാമു പറയാണ്, എന്റെ ചില ശൈഖന്മാർ, എന്റെ ഉസ്താദുമാർ, പ്രമുഖരായ പർവ്വത സമാനം അമലുള്ള മഹാന്മാരായ എന്റെ ഗുരുവര്യന്മാർ, അവർ വലിയ ഇൽമുള്ള മഹാന്മാരാണ്. അന്നഹു ഇൻ ഫലതത് ലഹു ദാബത്തുൻ, അവരുടെ മൃഗം നഷ്ടപ്പെട്ടു. വകാന യഅരിഫു ഹാദൽ ഹദീസ്, ഈ ഹദീസിനെ അവർക്കറിയാമായിരുന്നു. അവരുടെ മൃഗത്തെ നഷ്ടപ്പെട്ടപ്പോ അവർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഫഹബസഹുല്ലാഹു അലൈഹിം ഫിൽ ഹാൽ. അവർക്ക് ഉത്തരം കിട്ടി. അപ്പൊ ഇമാം നവവി തങ്ങൾ ചെയ്തു, ഇമാം നവവി തങ്ങൾ ഉസ്താദുമാർ അങ്ങനെ ചെയ്തു. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദുമാർ മാത്രമല്ല, നവവി ഇമാം തന്നെ ചെയ്തത് അദ്കാറിൽ ബഹുമാനപ്പെട്ടവർ പറയാണ്, വകുൻതു അന മറത്തൻ മഅ ജമാഅത്തിൻ, ഞാനൊരു യാത്രാ സംഘത്തിന്റെ കൂടെ യാത്ര പോകുന്നതിനിടയിൽ ഫൻഫലതത് മിൻഹാ ബഹീമ, ഞങ്ങളെ യാത്രാ മൃഗം നഷ്ടപ്പെട്ടു. വഅജസു അൻഹാ, ഞങ്ങൾക്ക് അതിനെ കിട്ടാതെയായപ്പോൾ ഫഖുൽതുഹു യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് ഞങ്ങൾ പറയുകയും ഞങ്ങൾക്ക് അത് ലഭ്യമാവുകയും ചെയ്തു. ഇമാം തൊബറാനി തങ്ങൾ, ഇമാം നവവി റളിയല്ലാഹു അൻഹു, നവവി ഇമാമിന്റെ ഉസ്താദുമാർ എന്ന് മാത്രമല്ല, മഹാനായ ഇമാം ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു, ബുഖാരി ഇമാമിന്റെ ഉസ്താദ് കൂടിയായ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കക്കുപ്പടി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ടവരെ, മഗ്രിബിയാകുമ്പോഴേക്ക് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ, ബഹുമാനപ്പെട്ട ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ഹദീസ് വായിക്കുന്നില്ല. ഇനി നിങ്ങൾ നോക്കുക, ഇമാമുസ്സുന്ന എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹദീസിന്റെ ജർഹ് തഅദീലുകളെ നിശ്ചയിക്കുന്ന മഹാനായ ഇമാമുസ്സുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഹജ്ജതു ഖംസ ഹിജജിൻ, ഞാൻ 5 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 വാഹനത്തിലും 3 ഞാൻ നടന്നിട്ടുമാണ് പോയത്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറയാണ്, ഒരിക്കൽ ഞാൻ യാത്ര ചെയ്യുമ്പോ എനിക്ക് വഴിയറിയാതെ ഞാൻ പ്രയാസപ്പെട്ടു. വകുൻതു മാസിയൻ ഫജഅൽതു അഖൂലു യാ ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെന്ന ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ പർവ്വത സമാനം ഇൽമുള്ള മഹാൻ, ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുകയാണ്, ബഹുമാനപ്പെട്ടവർ വിളിക്കുകയാണ്, യാ ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ്, അല്ലാഹുവിന്റെ അടിമകളെ എനിക്ക് വഴി കാണിച്ചു തരണേ. ഫലം അസൽ അഖൂലു ദാലിക ഹത്താ വഖഫ്തു അല ത്വരീഖ്, ഞാൻ ഇതിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ ഞാൻ യഥാർത്ഥ വഴിയിലേക്ക് എത്തിച്ചേർന്നു. ഇമാം ബൈഹഖി തങ്ങളും ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി ഇമാമുമാർ, അനിഷേധ്യരായ ഇമാമുമാർ അമലി ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഷൗക്കാനി, നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഷൗക്കാനി, അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ ഹദീസിനെ കുറിച്ച് ഖാല ഫീ മജ്മഇ സവാഇദി റിജാലുഹു സിഖാത്തുൻ എന്ന് പറയുന്നുണ്ട്. റിജാലുഹു സിഖാത്തുൻ, ഈ ഹദീസിന്റെ റാവിമാർ വിശ്വാസയോഗ്യരാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ പരമോന്നത പണ്ഡിതനായ നാസിറുദ്ദീൻ അൽബാനി ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വഹാദാ ഇസ്നാദുൻ ഹസനുൻ, ഇത് ഹസനായ ഇസ്നാദാണ് എന്ന് മാത്രമല്ല, ഇമാം സഹാബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മറ്റു നിരവധി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുളിക്കല ടൗണിൽ വെച്ച് മുജാഹിദ് വിഭാഗത്തിന്റെ അടുക്കളയിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്, യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസ് സ്വീകാര്യോഗ്യമല്ല. അതുകൊണ്ട് അങ്ങനെ അമലി ചെയ്ത ആളുകൾ മുശ്രിക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമാണോ? അതല്ല, ആ ഹദീസ് സ്വീകാര്യോഗ്യമാണ് എന്ന് ഉസൂലുൽ ഹദീസിന്റെ ഖായിദകളെ മുൻനിർത്തിയിട്ട് പുളിക്കലങ്ങാടിയിൽ വെച്ച് തെളിയിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് 1000 കുതിരശക്തിയോടെ ഞങ്ങൾ പറയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ വരാൻ?
വേണ്ട, ഇപ്പൊ വേണ്ട. യാ ഇബാദല്ലാഹി അഈനൂനി എന്ന വിഷയത്തിൽ ഒരു ഓപ്പൺ ഡിസ്കഷന് മുജാഹിദ് വിഭാഗത്തിലെ പണ്ഡിതന്മാർ തയ്യാറുണ്ടോ? അനസ് മൗലവിക്ക് സാധ്യമാണോ? കായക്കൊടി ഹനീഫ മൗലവിക്ക് സാധ്യമാണോ? ഞങ്ങൾ ആർജവത്തോടുകൂടെ വെല്ലുവിളിക്കുകയാണ്. കാരണം ഈ ഉമ്മത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല. നിങ്ങളുടെ ദുർവ്യാഖ്യാനങ്ങളും നിങ്ങളുടെ വിദണ്ഡവാദങ്ങളും ഞങ്ങൾ പൊളിച്ചെഴുതുക തന്നെ ചെയ്യുമെന്ന് വളരെ ആർജവത്തോടുകൂടെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്.